സ്പോട്ട് ലൈവ് തുടരുന്നു. മൂന്നാർ ഗ്യാപ് റോഡിൽ അപകടകരമായി കാർ ഓടിച്ച ഒരു സംഘം. കാറിനുള്ളിൽ നിന്ന് തല പുറത്തിട്ട് ഡോറിലിരുന്നായിരുന്നു ഇവരുടെ യാത്ര. പലപ്പോഴും റോഡിന്റെ വലതുവശത്തു കൂടിയാണ് ഇവർ വാഹനം ഓടിച്ചത്. മോട്ടോർ വാഹന വകുപ്പ് ഉടുമ്പൻചോല വിഭാഗം അന്വേഷണം ആരംഭിച്ചു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആജ്ഞ, ഇത്തരം സംഭവങ്ങൾ, പ്രത്യേകിച്ചും യുവാക്കള് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയാറുണ്ട്. കഴിഞ്ഞ ദിവസം ഇതേ രീതിയിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് ഒരു സംഘത്തെ പോലീസ് പിടികൂടിയിരുന്നു. മോട്ടോർ വാഹന വകുപ്പ് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ ഈ യാത്രയിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉടുമ്പൻചോല വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ ഉടമയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവർക്കെതിരെ ഏത് രീതിയിലുള്ള നടപടിയായിരിക്കും സ്വീകരിക്കാൻ പോവുക? കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ലോക്കാട് ഗ്യാപ്പിൽ ആ ഭാഗത്തായിട്ടാണ് ഈ സംഘത്തിന്റെ സാഹസിക കാർ യാത്ര. അത് പിന്നാലെ പോയൊരു വാഹനത്തിൽ വീഡിയോ റെക്കോർഡ് ചെയ്തതുകൊണ്ടാണ് അത് ലോകം അറിഞ്ഞത്. പക്ഷേ ഇത്തരം യാത്രകൾ, പ്രത്യേകിച്ചും മാത്രമല്ല ഇതിലേക്ക് ഈ മൂന്നാറിലേക്കുള്ള ഈ ദേശീയപാതയിലൂടെ ഉള്ള സഫാരി, ജീപ്പ്, മറ്റ് വിനോദയാത്രാ സംഘങ്ങൾ പോകുന്ന അവർക്കുള്ള ജീപ്പ് യാത്രയിലും സഫാരി യാത്രകളിലും ഒക്കെ ഈ ഒരു പരാതി, അത്തരം വാഹനങ്ങൾക്കുമൊക്കെ ഈ ഒരു പരാതി ഉയർന്നു വരുന്നുണ്ട്. കാരണം ഒന്നിൽ അമിത വേഗത്തിൽ പോവുക, അതല്ലെങ്കിൽ ആളുകൾ ഇത്തരത്തിൽ അതിന്റെ വാഹനത്തിന്റെ മുകളിലും സൈഡിലുമായി എഴുന്നേറ്റ് നിന്ന് പോകുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിലുള്ള, അതായത് സൺറൂഫില്ലാത്ത ഉള്ള വാഹനങ്ങൾ അല്ലാതെയുള്ള വാഹനങ്ങളിൽ ഡോറിന്റെ ഗ്ലാസ് താഴോട്ടാക്കിയ ശേഷം ഉടൽ ഉൾപ്പെടെ പുറത്തേക്ക് ഇട്ടിട്ട് ഡാൻസ് ചെയ്യുന്ന അവസ്ഥ. അത്തരം സാഹചര്യങ്ങളിൽ നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് തന്നെ ഒരുപക്ഷെ പിന്നാലെ വന്ന വാഹനത്തിൽ ഉണ്ടായിരുന്ന ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങൾ വൈറലായതോടുകൂടിയാണ് ഒരുപക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. കഴിഞ്ഞ ആഴ്ച വാഹനത്തിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയ ശേഷം നടു റോഡിലൂടെ യാത്ര ചെയ്ത യുവാക്കൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തിരുന്നു. ഇങ്ങനെ അതായത് റോഡ് യാത്രകളെ ദുരുപയോഗം ചെയ്യുന്ന സംഘങ്ങൾ, അല്ലെങ്കിൽ അത്തരം ചെറുപ്പക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആവശ്യം ഉന്നയിക്കുന്നത്, അതായത് 24 മണിക്കൂറും സർവീസ് ചെയ്യുന്ന ഒരു ഫ്ലൈയിങ് സ്ക്വാഡിന്റെ സർവീസ് ഈ ഒരു മേഖലയിൽ അത്യാവശ്യമാണ് എന്ന് നിരന്തരമായ ആവശ്യം ഉയർന്നിട്ടും ഇല്ലാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഇത്തരത്തിലുള്ള വാഹനങ്ങളെ അല്ലെങ്കിൽ യാത്രക്കാരെ നിരീക്ഷിക്കുക, മറ്റുള്ളവർക്ക് ഇത് അപകടമുണ്ടാക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതും മറ്റ് മര്യാദയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന ആളുകളെയാണ് ഇത്തരം ആളുകൾ ബാധിക്കുന്നത്. ഇത്തരം അമിതവേഗത്തിൽ വാഹനം ഓടിക്കുന്നതായാലും അല്ലെങ്കിൽ ഇങ്ങനെ നടു റോഡിൽ അഭ്യാസം നടത്തുന്ന ആളുകളായാലും ഇതെല്ലാം ബാധിക്കുന്നത് മര്യാദയ്ക്ക് റോഡ് നിയമങ്ങൾ പാലിച്ച് ഒക്കെ വണ്ടി ഓടിച്ചു പോകുന്ന ആളുകളെയാണ്. എന്തെങ്കിലും അപകടമുണ്ടായാലോ ഒക്കെ അത് ബാധിക്കുന്നത്. അതായത് ഇതിലൊന്നും ഒരു പങ്കുമില്ലാത്ത ഏതെങ്കിലും ഒരു പാവം മനുഷ്യനെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെയൊക്കെ ആയിരിക്കും ഇത്തരം സാഹചര്യങ്ങൾ അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക. മാത്രമല്ല റോഡ് നിയമങ്ങൾ ഒരു ഇന്നോവ കാർ ഈ കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയം പോലും ഈ പുറത്തിരിക്കുന്ന, ഈ ഡോറിലൂടെ വാഹനത്തിന് പുറത്തേക്കിരിക്കുന്ന ആളുകളുടെ മേൽ വാഹനം തട്ടാനുള്ള സാധ്യതയുണ്ട്, അപകടത്തിനുള്ള സാധ്യതയുണ്ട്. വലിയ അപകട സാധ്യതാ മേഖല കൂടിയാണ് ഈ കൊച്ചി ധനുഷ്കോടി, ഈ മൂന്നാർ ഗ്യാപ് റോഡ്. ഈ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവരാരാണെന്ന് മനസ്സിലാക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് സാധിച്ചിട്ടുണ്ടോ? ആജ്ഞ, അതുമായി ബന്ധപ്പെട്ട ഉടുമ്പൻചോല പോലീസ് അന്വേഷണത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നുള്ളൂ. വാഹന ഉടമയെ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം, പക്ഷേ രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ട് ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാമെങ്കിലും ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുകയോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു ദൃശ്യങ്ങൾ വൈറലായതോടു കൂടിയാണ് പോലീസ് ഇത്തരം, അതും പൊതുജനങ്ങളുടെ ഇടപെടൽ അതിനകത്ത് വേണ്ടി വന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. കാരണം ഇത്തരത്തിലുള്ള കിലോമീറ്ററുകളോളം ഈ കുട്ടികൾ ഇങ്ങനെ സഞ്ചരിച്ചിട്ട് പോലും പോലീസുമാരുടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും
അധികാരികളുടെയോ കണ്ണിൽപ്പെട്ടില്ല എന്നുള്ള കാര്യം അങ്ങേയറ്റം അപമാനകരമാണ് എന്ന് വേണം പറയാൻ. കാരണം ഇത് ഒരു പേഴ്സണൽ മൊബൈലിൽ പിന്നിൽ വന്ന ആരോ പകർത്തിയ ദൃശ്യമാണ്. അത് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ മാത്രം അതിനെതിരെ നടപടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കുന്നത്. അല്ലെ പല കേസുകളിലും അങ്ങനെയാണ് സ്വീകരിച്ചു വരുന്നത്. വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന അതിനുശേഷം ആക്ട് ചെയ്യാനുള്ള ഒരു കാത്തിരിപ്പ് പോലെയാണ് പലപ്പോഴും മോട്ടോർ വാഹന വകുപ്പ് റിയാക്ട് ചെയ്യുന്നതിൽ പല കാര്യങ്ങളിലും. എനിക്ക് ഓർമ്മയുണ്ട്, മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ റോഡ് മുറിച്ചു കടന്ന 2 പെൺകുട്ടികളെ ഇടിച്ചു തെറിപ്പിച്ച് വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ, അയാൾക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല, ഈവൻ ലേണേഴ്സ് പോലും ഉണ്ടാകാത്ത ഒരു സാഹചര്യം, അമിത വേഗത്തിൽ വന്ന ഒരാൾ, അതല്ലെങ്കിൽ അയാളുടെ ബ്ലഡ് സാമ്പിളുകൾ എടുത്തപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിച്ച ആൾ, ഈ ചെറുപ്പക്കാരൻ തന്നെ ഒരു 4-5 തവണ ആ അപകടത്തിന് മുൻപ് കോളേജിന് മുന്നിലൂടെ പലതവണ പാഞ്ഞു പോയിട്ടും അതൊന്നും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. മാത്രമല്ല, ഇവനെ ചോദ്യം ചെയ്തപ്പോൾ വളരെ നിസ്സാരമേ, അപകടമാണ്, റോഡല്ലേ, അതൊക്കെ സ്വാഭാവികമാണ്, ആളുകൾ ചിലപ്പം മരിക്കും. അത്തരത്തിലുള്ള മാനസികാവസ്ഥയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡുള്ള ആളുകളാണ് ഇങ്ങനെ അമിത വേഗത്തിൽ അതല്ലെങ്കിൽ ഇത്തരത്തിൽ റോഡുകളിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുന്നത്. റോഡിന് നടുവിൽ അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുക, വാഹനങ്ങൾക്ക് വഴി കൊടുക്കാതിരിക്കുക, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നുണ്ട്. അങ്ങേയറ്റം അപകടകരമായ വിധമാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. അതൊരു ചെറിയ കാറുമാണ്. മാത്രമല്ല, അത് ഇടിച്ചാൽ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാഹനം തട്ടിയാൽ ഏതവസ്ഥ, എത്രയും ദാരുണമായ അവസ്ഥയിലേക്ക് അത് പോകും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. എന്നിട്ട് പോലും അത്തരം അപകട സാധ്യതയുള്ള ഒരു റോഡിലൂടെ, ദേശീയപാതയിലൂടെ ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വാഹനം ഓടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മറ്റുള്ളവർ റിപ്പോർട്ട് ചെയ്ത ശേഷം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീഡിയോ കിട്ടിയ ശേഷം ആക്ട് ചെയ്യാനിരിക്കുന്ന സാഹചര്യമാണ് അധികാരികൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വഴിയിൽ 24 hours ഫ്ലൈയിങ് സ്ക്വാഡിനെ നിയമിക്കണം, അവരുടെ നിരീക്ഷണത്തിലായിരിക്കണം ഈ റോഡുകൾ എന്നുള്ള ഒരു സാഹചര്യം കൂടി, എന്നൊരു ആവശ്യം കൂടി സമീപവാസികൾ, നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് കേട്ടോ. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇത്തരം ഗതാഗത നിയമം ലംഘിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ, അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്ന പലരെയും കാണാൻ കഴിയും. പ്രത്യേകിച്ചും യുവാക്കൾ, വലിയ വകതിരിവില്ലാത്ത ചെറുപ്പക്കാരാണ് ഈ രീതിയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ഈ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ നിന്നും പത്തനംതിട്ട റാന്നിയിലേക്ക് പോയാൽ സമാനമായൊരു വാർത്ത കണ്ടു. റാന്നി